ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഭഗവാൻ മധുരയിൽ എത്തിച്ചേർന്ന സമയത്ത് കുബ്ജയെ കണ്ട ആ ഭാഗമൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ കുബ്ജയുടെ വളവ് ഭഗവാൻ മാറ്റിക്കൊടുത്തു എന്നും അതിനുശേഷം കുബ്ജ തൻ്റെ ഗൃഹത്തിലേക്ക് കൃഷ്ണനെ ക്ഷണിച്ചു എന്നും നമ്മൾ പറഞ്ഞു. പിന്നീട് നടന്ന കുറച്ച് കാലഘട്ടത്തിൽ അതിനുശേഷം, അതായത് പിന്നെ വിദ്യാഭ്യാസം, കംസവധം, ഉപനയനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ പിന്നീട് നടന്നത്. അപ്പോൾ ആ സമയത്തൊന്നും തന്നെ ഭഗവാന് കുബ്ജയുടെ വീട്ടിലേക്ക് പോകുവാനുള്ള ഒരു അവസരം കിട്ടിയില്ല. ഉദ്ധവർ അമ്പാടിയിൽ പോയിട്ട് വന്നപ്പോൾ ഉദ്ധവർക്ക് വലിയ അത്ഭുതമാണ് ഉണ്ടായത്. കാരണം ഗോപസ്ത്രീകളുടെ ആ ഭക്തി അത് കണ്ടിട്ട് ഉദ്ധവർക്ക് വലിയ അത്ഭുതം തോന്നുകയും ആ കാര്യമൊക്കെ ഭഗവാനോട് പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഉദ്ധവരെ ഒരു കാര്യം കൂടി ഒന്ന് കാണിച്ചു കൊടുക്കണം എന്ന്, അതായത് ഈ സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് ഗോപസ്ത്രീകൾ അല്ലെങ്കിൽ കുബ്ജയെ പോലെയുള്ള സ്ത്രീകൾ, ഇവർക്കൊക്കെ കൃഷ്ണനോടുള്ള ഒരു ഭക്തി അത് ഉദ്ധവരെ ഒന്ന് കാണിച്ചു കൊടുക്കണം എന്ന് കൃഷ്ണന് തോന്നുകയും അതനുസരിച്ചിട്ട് കൃഷ്ണൻ ഒരു ദിവസം കുബ്ജയുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ കുബ്ജയുടെ വീട്ടിലേക്ക് പോയ സമയത്ത് ഉദ്ധവരെ കൂടി കൊണ്ടുപോയി. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി കുബ്ജയുടെ വീട്ടിൽ എത്തുകയാണ്. അങ്ങനെ കൃഷ്ണനെ കണ്ട ഉടനെ തന്നെ ഈ സൈരന്ധ്രി ഓടി വരികയും ഇവരെ രണ്ടുപേരെയും സൽക്കരിച്ച് ഇരുത്തുകയും ചെയ്തു. ഉദ്ധവരെ പുറത്ത് സൽക്കരിച്ച് ഇരുത്തിയതിനു ശേഷം കൃഷ്ണനെ വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി. ഈ കുബ്ജ അല്ലെങ്കിൽ ഈ സൈരന്ധ്രി, അവൾ ഒരു സാധാരണ സ്ത്രീ ആയിരുന്നു ആ സമയത്ത്. തൻ്റെ വളവൊക്കെ മാറ്റിക്കൊടുത്ത ആ കൃഷ്ണനോട് സ്ത്രീ സഹജമായ ഒരു വികാരം, കാമം എന്ന വികാരം ആ സമയത്ത് ഈ കുബ്ജയ്ക്ക് ഉണ്ടായിരുന്നു. ഭഗവാന് അത് മനസ്സിലായി, ഇങ്ങനെയൊരു വികാരം ഇവൾക്ക് ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഭയങ്കര സ്നേഹമാണ്, അതിലല്പം കാമം കൂടി ഉണ്ടായിരുന്നു. ആർക്ക്? കുബ്ജയ്ക്ക്. കൃഷ്ണൻ ആരാണ് എന്നൊന്നും ഈ സൈരന്ധ്രിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കൃഷ്ണൻ്റെ ആ ഒരു പ്രവൃത്തി മൂലം തനിക്ക് തൻ്റെ സൗന്ദര്യം വീണ്ടു കിട്ടി എന്നും, അതുപോലെ തന്നെ കൃഷ്ണൻ്റെ സൗന്ദര്യത്തിൽ ഇവൾ വീണു പോവുകയും ചെയ്തു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഒരു വല്ലാത്ത ഒരു മോഹം കൃഷ്ണനോട് ഇവൾക്ക് ഉണ്ടായത്. കൃഷ്ണനെ ഇവൾ ഒരു കാമദേവനെ പോലെയാണ് കണ്ടത്. വിശ്വംഭരന് ഇക്കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ വിശ്വംഭരൻ ഈ സൈരന്ധ്രിയോട് ചോദിക്കുകയാണ്, ഭദ്രേ, നിന്റെ ആഗ്രഹം ഞാൻ അറിയുന്നു. നൈമിഷികമായ വിഷയസുഖത്തെ നീ ആഗ്രഹിക്കുന്നു. നിന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരു ബാലനാണ് ഞാൻ. പക്ഷേ നിനക്ക് എന്നോട് തോന്നുന്നത് കാമമാണ്. അങ്ങനെ ചെയ്യുന്നത് ധർമ്മമാണോ? നീ എന്തുകൊണ്ട് ഈ കാര്യം ആലോചിക്കുന്നില്ല എന്ന് കൃഷ്ണൻ ഈ സൈരന്ധ്രിയോട് ചോദിക്കുകയാണ്. നിനക്ക് ഞാൻ ചെയ്തു തന്ന ഉപകാരത്തിൻ്റെ പ്രതിഫലം നീ ഇങ്ങനെയാണോ എനിക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നത്? ഇങ്ങനെ കൃഷ്ണൻ ചോദിച്ചപ്പോൾ അവൾക്ക് വലിയ നാണം തോന്നുകയും അവൾ ഭഗവാനോട് ഇങ്ങനെ പറയുകയും ചെയ്തു, പ്രഭോ, അവിടുന്ന് ഒരു ദിവ്യനാണ്. കൃഷ്ണ അവതാരമുണ്ട് എന്ന് അടിയൻ കേട്ടു. ആ അവതാര പുരുഷനാണ് അവിടുന്ന് എന്ന് ഈ ഉള്ളവൾ വിശ്വസിക്കുന്നു. അടിയനെ അവിടുന്ന് അനുഗ്രഹിക്കണം. അവിടുത്തെ കരസ്പർശത്താൽ തന്നെ അടിയൻ സംതൃപ്തയായി. അടിയൻ്റെ കരളിനെ കടിച്ചു കീറിക്കൊണ്ടിരുന്ന കാമരാക്ഷസൻ
ഇപ്പോൾ മരണപ്പെട്ടു പോയിരിക്കുന്നു. തത്വബോധമുണ്ടാകാൻ അവിടുന്ന് അടിയനെ അനുഗ്രഹിക്കണം. ഇന്നു മുതൽ അടിയൻ കൃഷ്ണഭക്തയായ ഒരു യോഗിനിയാണ്, സൈരന്ധ്രി അല്ല. ഇങ്ങനെ കേണപേക്ഷിച്ചുകൊണ്ട് ആ യുവതി ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ഇത് കണ്ടപ്പോൾ കാരുണ്യമൂർത്തിയായ കേശവൻ സന്തുഷ്ടനായി അവളെ അനുഗ്രഹിച്ചു. അല്പം മുമ്പ് കണ്ട ആ കാമം എത്ര പെട്ടെന്നാണ് അവളിൽ നിന്നും അപ്രത്യക്ഷമായത്. ഭഗവാന്റെ ഒരു സ്പർശനത്താൽ അവളിലെ ആ വിഷയസുഖം, ആ രതിസുഖം, അത് ഭക്തിസുഖമായി മാറി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അവൾക്ക് കൃഷ്ണനല്ലാതെ മറ്റൊന്നുമില്ല എന്ന ഒരു ചിന്തയായി മാറി. ഇതെല്ലാം ഉദ്ധവർ കണ്ടും കേട്ടും കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് തോന്നുകയാണ്, എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. കൃഷ്ണനെ കണ്ട മാത്രയിൽ, കൃഷ്ണൻ്റെ ഒരു സ്പർശനത്താൽ ഇവരൊക്കെ എത്ര വലിയ കൃഷ്ണഭക്തരായി മാറുകയാണ്. കാരണം ഇവർക്ക് പിന്നെ മറ്റൊന്നും വേണ്ട. ഗോപസ്ത്രീകളുടെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ. കൃഷ്ണനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭർത്താവെന്നോ കുട്ടികളെന്നോ പ്രായമായ അച്ഛനമ്മമാരെന്നോ അങ്ങനെയുള്ള യാതൊരു ചിന്തയുമില്ല. അവർക്ക് കൃഷ്ണൻ മാത്രം മതി. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. നമ്മുടെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലേ. നമ്മൾ ഇപ്പോൾ ഗുരുവായൂരൊക്കെ പോയി നിന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പം പല സമയത്തും ചുറ്റും നടക്കുന്നതൊന്നും നമ്മൾ അറിയാറില്ല. വലിയ സങ്കടത്തോടുകൂടി പ്രശ്നത്തോടുകൂടിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ അമ്പലത്തിലേക്കൊന്ന് ഓടിപ്പോകുന്നത്. അവിടെ ചെന്ന് ആ കൃഷ്ണനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ, ഭഗവാനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ആ നിമിഷം നമ്മുടെ സകല ദുഃഖങ്ങളും നമ്മൾ മറക്കുകയും ആ കുറച്ച് സമയത്തേക്കെങ്കിലും എല്ലാ ദുഃഖങ്ങളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സ് മാറിപ്പോവുകയും ചെയ്യും. കാരണം ഭഗവാന്റെ ആ സാമീപ്യം ഏതൊരു മനുഷ്യൻ്റെയും ദുഃഖങ്ങളും പ്രശ്നങ്ങളും എല്ലാം അകറ്റി അവർ ഭഗവാനോട് അങ്ങ് ലയിക്കുകയാണ്. ഇത് നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇല്ലേ. നമ്മൾ ക്ഷേത്രത്തിൽ പോയി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് സമയമാണെങ്കിൽ കുറച്ച് സമയം അവിടെ ഇരുന്ന് നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാനല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റൊന്നുമില്ല. വീട്ടിലെ കാര്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം നമ്മൾ ആ സമയം മറക്കും. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. അത്ര വലിയ ഭക്തിയാണ് പിന്നീട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എങ്കിൽ തന്നെയും ഭഗവാൻ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഭഗവാൻ പിന്നെയും അവളുടെ ഗൃഹത്തിലേക്ക് 2-3 തവണ കൂടി പോയി എന്നും അതിനുശേഷം അവൾ ഗർഭിണിയായി എന്നും ഭാഗവതത്തിൽ പറയുന്നു. അവൾ പിന്നീട് ഭഗവാന്റെ ഒരു ഉത്തമ ഭക്തയായി മാറി, ഭക്തമീരയെപ്പോലെ. ഭഗവാനാണ് അവളുടെ എല്ലാം. അങ്ങനെ ഈ യുവതി ഒരു പുത്രനെ പ്രസവിക്കുകയും ആ പുത്രൻ്റെ പേര് ഉപശ്ലോകൻ എന്നായിരുന്നു എന്നും ഭാഗവതത്തിൽ പറയുന്നു. ഈ ഉപശ്ലോകൻ സന്യാസം സ്വീകരിക്കുകയും നാരദ മഹർഷിയിൽ നിന്നും സംഖ്യയില്ലാതെ ശാസ്ത്രങ്ങൾ ഗ്രഹിച്ചതിനാൽ പിൽക്കാലത്ത് സാഖ്യയോഗാചാര്യൻ എന്ന് അറിയപ്പെട്ടു എന്നും പറയുന്നു. ഭാഗവതത്തിൽ പറയുന്ന ഭഗവാന്റെ ആദ്യത്തെ പുത്രൻ അത് ഈ ഉപശ്ലോകനാണ്. ഉപശ്ലോകൻ്റെ അമ്മ നമ്മൾ ഭാഗവതത്തിൽ കണ്ട ആ കുബ്ജയാണ്. നാരദ മഹർഷിയായിരുന്നു ആ പുത്രൻ്റെ ഗുരു. ഉപശ്ലോകൻ വലിയ സന്യാസിയായി മാറി. അദ്ദേഹം പിൽക്കാലത്ത് സാഖ്യയോഗാചാര്യൻ എന്ന പേരിൽ
അറിയപ്പെട്ടു. ഈ കഥ ഭാഗവതത്തിൽ വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ കഥ അറിയാമായിരുന്നു? കമൻ്റ് ഇടൂ. അതുപോലെ ഒരു കാര്യം പറയാനുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. അതായത് ദാരിദ്ര്യ ദുഃഖ ദഹന സ്തോത്രം. എനിക്കതിലൊരു അബദ്ധം പറ്റിപ്പോയി. ഞാനത് പറഞ്ഞപ്പോൾ അഗസ്ത്യമുനി രചിച്ചതാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അഗസ്ത്യമുനി അല്ല രചിച്ചത്, വസിഷ്ഠനാണ്. ഞാനത് പറഞ്ഞു വന്ന സമയത്ത് എനിക്കുണ്ടായ ഒരു പിശകാണ്. പിന്നീടാണ് അത് മനസ്സിലായത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുക. ആ ശ്ലോകം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് വസിഷ്ഠൻ എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു തെറ്റ് നിങ്ങൾ തിരുത്തുക. എനിക്ക് ഒരു കമൻറ്റ് വന്നപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. ഇങ്ങനെ എനിക്ക് ചില സമയത്ത് പറയുമ്പോൾ, മനുഷ്യരല്ലേ, നമ്മൾ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ അറിയാതെ ചിലപ്പോൾ തെറ്റുകൾ സംഭവിച്ചു പോകുന്നതാണ്. നിങ്ങളത് ക്ഷമിക്കൂ. ഇനി മറ്റൊരു കാര്യം, നിങ്ങളെല്ലാവരും ആ നാമം ജപിക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നാമമാണ് അത്. അത് സ്ഥിരമായി ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നമുക്കുണ്ടാവുകയില്ല. അതായത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുകയില്ല എന്നാണ് വിശ്വസിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഭഗവത്ഗീതയുടെ ക്ലാസ് കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു. നിങ്ങൾ പലരും അത് കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ഭഗവത്ഗീത കാണണ്ടേ, മനസ്സിലാക്കണ്ടേ? ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെയല്ലേ ഉള്ളൂ നമുക്ക് ഒരു ആശ്വാസം. അതുകൊണ്ട് നിങ്ങൾ ഒരു 10 മിനിറ്റ് സമയമല്ലേ ഉള്ളൂ. കാണാത്തവരെല്ലാവരും അത് കാണണം, കണ്ടത് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ്സൊക്കെ ഇടുന്നത്. നിങ്ങളെല്ലാവരും അത് കാണണം. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയാലല്ലേ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയുള്ളൂ. കാരണം അവരൊക്കെ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പം നിങ്ങളെല്ലാവരും അത് കാണണം. എങ്കിൽ മാത്രമേ എനിക്ക് വീണ്ടും ക്ലാസ്സുകൾ ഇടാനായിട്ട് ഒരു സന്തോഷം തോന്നുകയുള്ളൂ. ഇല്ലെങ്കിൽ പലപ്പോഴും എനിക്ക് തന്നെ തോന്നും, ഇതെന്താ ആരും കാണുന്നില്ലേ, ഇതൊന്നും ആർക്കും കാണണ്ടേ. അപ്പം ഞാനങ്ങ് മടിക്കും പല കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും അത് കാണണം. ചിലപ്പോൾ ആളുകൾ കുറച്ച് കാണുന്നത് കൊണ്ട് നോട്ടിഫിക്കേഷൻസ് ചിലപ്പോൾ യൂട്യൂബ് അയച്ചില്ല എന്ന് വരും. നമ്മുടെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കിടപ്പുണ്ട്, ഇന്നലെ ഇട്ടതാണ്. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ ഇതൊക്കെ കാണണം, കഥകളൊക്കെ കേൾക്കണം, പ്രാർത്ഥിക്കണം. അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, ചിലപ്പോൾ നമുക്ക് അമ്മ കാണില്ല, അതല്ലെങ്കിൽ അച്ഛൻ കാണില്ല, അല്ലെങ്കിൽ നമുക്ക് ഭർത്താവ് കാണില്ല, ചിലപ്പോൾ കുഞ്ഞുങ്ങൾ കാണില്ല. പക്ഷേ ഇങ്ങനെയുള്ള ചില ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ ആവശ്യമായിട്ട് തോന്നുന്ന ചില സമയങ്ങളുണ്ടാകും. അവരുണ്ടായിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ തോന്നും. ചിലപ്പോൾ ഉണ്ടായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആവില്ല അവർ, നമുക്കൊരു പ്രയോജനം കാണില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അവസ്ഥയുണ്ടെങ്കിൽ ഒന്നിന് പകരം മറ്റൊന്ന്, അതായത് എൻ്റെ അമ്മയ്ക്ക് പകരം മറ്റൊരാളെ അമ്മയായി കാണാം, അങ്ങനെയൊന്നും നിങ്ങൾ കരുതരുത്. കരുതുമ്പോഴും, അങ്ങനെ കരുതുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ കരുതുമ്പോഴും നമ്മൾ ഒരു ശ്രദ്ധ അത് കൊടുക്കണം. ഇപ്പോൾ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിലൊക്കെ ആണെങ്കിൽ പോലും വളരെ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. കാരണം കലിയുഗമാണ്. നമ്മുടെ മുമ്പിൽ ചിരിച്ചു കാണിക്കുന്ന ആ മുഖമൊന്നും ആയിരിക്കത്തില്ല പലരുടെയും ഉള്ളിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി ഒരാൾ വേണം. നിങ്ങളുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കിടുന്നതിനായിട്ട്. നിങ്ങൾക്കൊന്ന് വഴക്കിടാൻ, ചിലപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് തോന്നൂലേ, നമുക്കൊന്ന് വഴക്കിടണം, ആരോട് വഴക്കിടും, അങ്ങനെയൊക്കെ തോന്നുന്ന ചില ഒറ്റപ്പെടലുകളുണ്ട്. ആ സമയത്തൊക്കെ നിങ്ങൾക്ക് സാക്ഷാൽ വൈകുണ്ഠപതിയായ ശ്രീകൃഷ്ണനെ നിങ്ങൾക്ക് ആ സ്ഥാനത്തിലേക്ക് നിങ്ങൾക്ക് പ്രതിഷ്ഠിക്കാം. ഭഗവാൻ ഒരിക്കലും നമ്മളെ ചതിക്കുകയില്ല. നിങ്ങൾക്ക് ഒരു അച്ഛനെയാണ് ആവശ്യം. അങ്ങനെയുണ്ടെങ്കിൽ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു 50-60 വയസ്സായ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപം നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ദിവസവും
നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് സമയം നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടോ അതൊക്കെ കൃഷ്ണനോട് പറയുക. അച്ഛ എന്ന് വിളിച്ച് തന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാം. ഇനി നിങ്ങൾക്കൊരു കൂട്ടുകാരനെയാണ് ആവശ്യമെങ്കിൽ ഒരു കൂട്ടുകാരനോട് എങ്ങനെ സംസാരിക്കുന്നു എന്ന രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കാം. അതേപോലെയുള്ള അഭിസംബോധനകൾ നിങ്ങൾക്ക് ചെയ്യാം. ഒരു കുഞ്ഞാണെങ്കിൽ ഉണ്ണികൃഷ്ണനെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഒരു ഭർത്താവിനെയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കൊണ്ടുവരാം. കാരണം ഈ ലോകം എന്ന് പറയുന്നത് വളരെ അപകടകരമായ ലോകമാണ്. ആ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എത്രയെത്ര വാർത്തകളാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ ഓരോ നിമിഷവും ജീവിക്കുന്നതിനായിട്ട്. ആളുകളെ തിരഞ്ഞെടുക്കുന്നതിൽ, ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലൊക്കെ തന്നെ വളരെയധികം ശ്രദ്ധ വേണം. ഒറ്റപ്പെടലുകൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകും. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒറ്റപ്പെടലിൽ നിന്നും ഒരു രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ചില ബന്ധങ്ങളെ നമ്മൾ ആശ്രയിക്കുന്നത്. ആദ്യമൊക്കെ വളരെ ആശ്വാസമായി നമുക്ക് തോന്നും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളൊരു വലിയ ചതിയിലാണ് അകപ്പെട്ടതെന്ന്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുക. നമ്മുടെ സ്വകാര്യമായ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒന്നും ഒരു പരിധി വരെ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാതിരിക്കുക. ഷെയർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വല്ലാത്ത ഒരു വിങ്ങലുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായി ഷെയർ ചെയ്യാം. ആരോട്? കൃഷ്ണനോട്. ഏത് ബന്ധത്തിലാണോ, ഏത് ബന്ധത്തെയാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിൽ നിങ്ങൾ കൃഷ്ണനെ കണ്ടുകൊള്ളുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗം ആക്കിക്കൊള്ളുക. നമ്മൾ അങ്ങനെ കൃഷ്ണനെ കാണുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആരോടും പറയണ്ട. നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളോട് പോലും നിങ്ങളും കൃഷ്ണനും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെപ്പറ്റി പറയണ്ട. അത് നിങ്ങൾ തമ്മിലുള്ള ഒരു രഹസ്യമായി ഇരുന്നു കൊള്ളട്ടെ. കാരണം നമ്മൾ കൂടുതലൊന്ന് നാമം ജപിച്ചാൽ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വിളക്ക് കത്തിച്ചാൽ പോലും ഭ്രാന്താണ് എന്ന് പറയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാനും നിങ്ങളുമൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ധാരാളം നേരിട്ടിട്ടുണ്ട്. എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു മാസം 2 ഏകാദശി എടുത്തപ്പോൾ പലരും എന്നോട് പറഞ്ഞു എനിക്ക് ഭ്രാന്താണെന്ന്. അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ നാമം ജപിക്കുന്നതിനെ കുറ്റപ്പെടുത്തി. ഞാൻ വ്രതങ്ങൾ എടുക്കുന്നതിനെ കുറ്റപ്പെടുത്തി. പക്ഷേ ഇതെല്ലാം ഹിന്ദു മതത്തിൽ മാത്രമേ ഉള്ളൂ. ഈ കുറ്റപ്പെടുത്തിയവർ മറ്റു മതസ്ഥർ വ്രതമെടുക്കുമ്പോഴോ അവർ പ്രാർത്ഥിക്കുമ്പോഴോ ഇതുപോലുള്ള യാതൊരു വർത്തമാനങ്ങളും പറയുന്നില്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം ഞാൻ ആരോടും പറയാറില്ല. ഞാൻ സ്ഥിരമായി നാമം ജപിച്ചു തുടങ്ങിയപ്പോൾ, ഞാൻ ഏകാദശി വ്രതങ്ങൾ എടുത്തു തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ജീവിതം തകർന്നു പോകുന്നു, എൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെടുന്നു എന്നൊരു തോന്നലിൽ എന്നെ പിടിച്ചു നിർത്തിയതും മുമ്പോട്ട് ജീവിക്കുവാനുള്ള ഒരു ശക്തി നൽകിയതും സാക്ഷാൽ വൈകുണ്ഠപതി തന്നെയാണ്. ഭഗവത്ഗീത ശരിയായി പഠിച്ചപ്പോഴാണ് ജീവിക്കണം എന്ന തോന്നൽ എനിക്കുണ്ടായത്. എനിക്ക് വന്നു ചേർന്നിരുന്ന എൻ്റെ ദുരിതങ്ങളെല്ലാം അതെന്തുകൊണ്ട് എനിക്കങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്. ഞാൻ പഴിച്ചിട്ടുണ്ട് പലരെയും. മരിക്കണം എന്ന തോന്നൽ എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും നീ മരിക്കരുത്, നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് എന്നോട് പറഞ്ഞത് കൃഷ്ണൻ തന്നെയാണ്. ഒരു വെളിപാട് പോലെ എനിക്കങ്ങനെ തോന്നിയതാണ്. ഞാൻ ജീവിക്കുന്നു, ഞാൻ കഥകൾ പറയുന്നു. ഇപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം എൻ്റെ കഥകൾ കേൾക്കാൻ ഒരു 10 പേര് ഉണ്ടെങ്കിൽ അതെന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു നേട്ടമാണ്. കാരണം 10 പേര് കേൾക്കുന്നുണ്ടല്ലോ ഞാൻ പറയുന്ന കഥകൾ. 5 പേര് ഞാൻ പറഞ്ഞത് കേട്ട് ഏകാദശി എടുക്കുന്നുണ്ടല്ലോ.
5 പേര് നാമം ജപിക്കുന്നുണ്ടല്ലോ. ഒന്നുമാകാതെ ഈ ഭൂമിക്ക് വേണ്ടി, ഞാൻ ജനിച്ച ഈ ലോകത്തിന് വേണ്ടി ഒരു ഉപകാരവും ചെയ്യാതെ ചത്ത് മണ്ണടിയേണ്ടുന്ന എനിക്ക് ഭഗവാൻ തന്ന വലിയ സൗഭാഗ്യമാണ്. ഞാനിന്ന് കഥകൾ പറയുന്നു. ഞാൻ പറയുന്നത് കേൾക്കാൻ ആളുകൾ കാത്തിരിക്കുന്നു. ഞാൻ പറയുമ്പോൾ അത് കേട്ടിട്ട് എല്ലാവരും നാമം ജപിക്കുന്നു. ഞാനും നാമം ജപിക്കുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. അതുകൊണ്ട് ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ചതിക്കുഴികൾ ധാരാളമുണ്ട്. നമുക്ക് എന്തു ബന്ധമാണോ വേണ്ടത്, ആ ബന്ധുവായി കൃഷ്ണനെ കണ്ടുകൊള്ളുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. ഒരിക്കലും തെറ്റായ വഴികൾ ഭഗവാൻ നിങ്ങൾക്ക് കാണിച്ചു തരില്ല. നേരായ വഴികൾ മാത്രമേ കാണിച്ചു തരികയുള്ളൂ. അതുകൊണ്ട് ഭഗവാന്റെ കഥകൾ കേൾക്കുക, വ്രതങ്ങൾ എടുക്കുക, ഭഗവത്ഗീത പഠിക്കുക, നാമം ജപിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.